സൈഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഒരു വാക്വം അസിസ്റ്റഡ് ഒരു പമ്പ് ഉണ്ടാവും. അത് ക്യാം ഷാഫ്റ്റിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യുക. ക്യാം ഷാഫ്റ്റിൻ്റെ ഡ്രൈവ് എടുത്തിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ ഈ മോഡൽ ഈ കോളേജ് വണ്ടികൾക്ക് വരുന്നത് പറഞ്ഞാൽ ഇതാ അതിൻ്റെ പൈപ്പ് വാക്വം ബൂസ്റ്റർ അസിസ്റ്റഡ് പൈപ്പ് വരുന്നത് ഇതാ നേരെ പോയിരുന്നത് ഇവിടെയാണ്. ആൾട്ടർനേറ്ററിലേക്ക് അത് ഡ്രൈവ് ആൾട്ടർനേറ്ററിൻ്റെ എൻഡിൽ ആൾട്ടർനേറ്ററിൻ്റെ പുള്ളി വരുന്ന ഭാഗത്ത് ഈ എക്സാമ്പിളായിട്ട് ഇതാ ഈ കംപ്രസറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത്രയും ഭാഗം പുള്ളിയായിരിക്കും. അപ്പോൾ ആ പുള്ളിയുടെ വരുന്ന ഭാഗത്ത് ഒരു വാക്വം പമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ വാക്വം പമ്പ് ഈ ബെൽറ്റ് ഡ്രൈവ് വഴി കറങ്ങുകയും അങ്ങനെ വാക്വം ഉണ്ടായിട്ടാണ് വാക്വം ഇതിന് വേണ്ടിയിട്ട് ഉള്ള വാക്വം ക്രിയേറ്റ് ചെയ്യും. ഒരു വാക്വം പമ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ വരുന്ന റൗണ്ട് എയർ ഫിൽറ്റർ ഇന്നോവയുടെ ഒക്കെ എയർ ഫിൽറ്ററിനേക്കാൾ കുറച്ച് ചെറിയൊരു എയർ ഫിൽറ്റർ വരുന്നുണ്ട്. ഡീസൽ ഫിൽറ്റർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഡീസൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഡീസൽ ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ അതുപോലെ എയർ കുടുങ്ങിക്കഴിഞ്ഞാലൊക്കെ പമ്പ് ചെയ്യാനുള്ള ഹാൻഡ് പ്രൈമിങ് പമ്പ് ഇവിടെ വരുന്നുണ്ട്. ഡീസൽ ഫിൽറ്റർ 2 വരുന്നുണ്ട്. പ്രൈമറി സെക്കൻഡറി 2 ഫിൽറ്റർ വരുന്നുണ്ട്. ഒരു ഫിൽറ്റർ ഇതുമാണ്. 2 ഫിൽറ്റർ വരുന്നുണ്ട്.